നമസ്കാരം. മുഖ്യമന്ത്രി പറയുന്നത് കേട്ട് എടുത്തു ചാടി ഓടിയെത്തിയ വീണയ്ക്ക് എല്ലാ കോണിൽ നിന്നും പ്രഹരമാണ് കിട്ടുന്നത്. ഇത്രയും നാൾ പ്രവാസികൾക്ക് വേണ്ടി ഒരു ചെറുവിരൽ അനക്കാത്തവർ ഒരു ദുരന്തമുണ്ടായപ്പോൾ ഓടിയെത്തുന്നതും ഓടിയെത്താൻ ശ്രമിച്ചതുമൊക്കെ എന്തിനെന്ന് ചോദിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കുവൈറ്റിലേക്ക് വീണ ഓടിയെത്തേണ്ട കാര്യമില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. കുവൈറ്റിലേക്ക് ഒറ്റ ദിവസത്തേക്ക് മന്ത്രി പോയിട്ട് എന്തു കാര്യമെന്നാണ് ഗവർണർ ചോദിച്ചിരിക്കുന്നത്. കുവൈറ്റിൽ ചുരുങ്ങിയ മണിക്കൂറുകൾ ചിലവിടാൻ മന്ത്രി വീണ ജോർജ് പോയിട്ട് കാര്യമില്ല. പോകണമെങ്കിൽ നേരത്തെയാകാമായിരുന്നു. അതുണ്ടായില്ല. മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി മാത്രം എന്തിനാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത്ര പെട്ടെന്ന് കുവൈറ്റിലേക്ക് ഓടിയെത്തേണ്ടത്? അവിടെ അതിനുള്ള സംവിധാനങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്തു കഴിഞ്ഞിരുന്നു അതിനോടകം തന്നെ. കേന്ദ്രമന്ത്രിമാർ കുവൈറ്റിൽ പോയി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാ മൃതദേഹങ്ങളും നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാരാണ് ഇടപെട്ടത്. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് മൃതദേഹങ്ങളെല്ലാം തന്നെ നാട്ടിലേക്ക് ഇത്ര പെട്ടെന്ന് തന്നെ എത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അകപഴിഞ്ഞ സഹായമാണ് ദുരന്തമുഖത്ത് ഉണ്ടായത്. നെടുമ്പാശ്ശേരിയിൽ മൃതദേഹങ്ങൾ എത്രയും വേഗം എത്തിക്കാനെത്തിയ കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്ത് വന്നിരുന്നു. മരണപ്പെട്ടവർക്ക് നാട് കണ്ണീരോടെയാണ് വിട നൽകിയത്. മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ നടപടിയെടുത്ത പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും കുവൈറ്റ് ഭരണാധികാരികൾക്കും നന്ദിയെന്നായിരുന്നു കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമാണ് ജന്മനാടുകളിലേക്ക് എത്തിച്ചത്. പൊതുദർശനത്തിൽ കെ സുരേന്ദ്രനും പങ്കെടുത്തിരുന്നു. പോലീസിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു അന്തിമോപചാരം. ഓരോ ഭൗതിക ശരീരവും കൊണ്ടുപോകുന്നതിന് പ്രത്യേകം ആംബുലൻസും ക്രമീകരിച്ചിരുന്നു. വീണ ജോർജിന് കേന്ദ്രം അനുമതി നിഷേധിച്ചതിന്റെ നിയമവശം അറിയില്ലെന്നാണ് ഗവർണർ ആരോപിച്ചത്. മാത്രമല്ല, ലോക കേരള സഭയിലേക്ക് വിളിച്ച പിണറായി സർക്കാരിനെയും ഗവർണർ കുറ്റപ്പെടുത്തി. ഒരു മാസം മുൻപേ ഒരുക്കങ്ങൾ തുടങ്ങിയ ലോക കേരള സഭയ്ക്ക് വെറും 3 ദിവസം മുൻപ് മാത്രമാണ് ഗവർണറെ ക്ഷണിച്ചത്. ഇതിനു മുൻപ് നടന്ന ലോക കേരള സഭയിൽ ഒന്നും തന്നെ അദ്ദേഹത്തിന് ക്ഷണം ഉണ്ടായിരുന്നില്ല. കണ്ണൂരിലെ തിരഞ്ഞെടുപ്പ് ഫലം ബോംബ് സംസ്കാരത്തിനും കലാപത്തിനുമുള്ള തിരിച്ചടിയാണെന്നും ഗവർണർ തിരിച്ചടിച്ചു. ഗവർണർക്ക് വരെ ഈ നാട്ടിൽ രക്ഷയില്ല. ജനാധിപത്യ രീതിയിലുള്ള സമരമല്ല തനിക്കെതിരെ നടന്നത്. എന്റെ കാർ വരെ തകർത്ത അക്രമികൾക്ക് മുഖ്യമന്ത്രി കൈകൊടുത്തു. ഗവർണറുടെ സ്ഥാനത്തിന് വില കൽപ്പിക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ താൻ എന്തിന് ലോക കേരള സഭയിലേക്ക് പോകണമെന്നാണ് ഗവർണർ പറഞ്ഞത്. അതേസമയം കുവൈറ്റിലെ തീപിടുത്തത്തിൽ 50 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇതിൽ 23 പേരും മലയാളികളാണ്. ഇവരുടെ മൃതദേഹങ്ങൾ രാവിലെയാണ് കൊച്ചിയിലേക്ക് എത്തിച്ചത്. കൊച്ചിയിലേക്ക് മൃതദേഹങ്ങൾ പെട്ടെന്ന് എത്തിക്കാൻ എല്ലാ രീതിയിലും വേണ്ട നടപടികൾ കേന്ദ്ര സർക്കാരാണ് എടുത്തത്. അതിനിടെയാണ് പിണറായി വിജയന്റെ വാക്കുകേട്ട് വീണ ജോർജ് കുവൈറ്റിലേക്ക് പെട്ടെന്ന് ഓടിയെത്താൻ ശ്രമിച്ചത്. പക്ഷേ അതിന് നിയമവശങ്ങൾ തടസ്സമായി.